ബിജെപി ദേശീയ നിർവാഹക സമിതി യോഗം ഭുവനേശ്വറിൽ. ബിജെപി ഭരിക്കുന്ന 13 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, മുതിർന്ന നേതാക്കൾ, 300-ലേറെ പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുക്കും. യുപി അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ വിജയം, നോട്ട് പിൻവലിക്കൽ വിഷയത്തിലെ തിരിച്ചടികൾ, അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം, ബീഫ് വിഷയം തുടങ്ങിയവയാണ് ചർച്ച. മറ്റ് പാർട്ടികളിൽ നിന്ന് നേതാക്കളെ അടർത്തിയെടുക്കുന്നത് പ്രധാന ചർച്ചയാകും. കേരളത്തിലടക്കം സംഘടനാ ശക്തി വർദ്ധിപ്പിക്കുന്ന കാര്യം അടക്കമുള്ള വിഷയങ്ങളിൽ ഗൗരവമായ ചർച്ചകൾ നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മനു ശങ്കർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനു, എന്തൊക്കെയായിരിക്കും യോഗവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുക? സൗമ്യ, ബിജെപിയുടെ ദേശീയ നിർവാഹക സമിതി യോഗമാണ് ഭുവനേശ്വറിൽ നടക്കുന്നത്. ബിജെപി ഭരിക്കുന്ന 13 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ചില കേന്ദ്രമന്ത്രിമാർ, അതോടൊപ്പം 300 പരം ബിജെപി പ്രവർത്തകർ എന്നിവരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. പക്ഷേ ഈ യോഗത്തിലെ പ്രധാന അജണ്ട വിവിധ പാർട്ടികളിൽ നിന്ന് ബിജെപിയിലേക്ക് കൂടുതൽ നേതാക്കളെ എത്തിക്കുക എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. റീത്ത ബഹുഗുണ ജോഷി, SM കൃഷ്ണ അടക്കമുള്ള നേതാക്കൾ ബിജെപിയിലേക്ക് വന്നതിന് സമാനമായി പല സംസ്ഥാനങ്ങളിലും ബിജെപി നയങ്ങളിൽ ആകൃഷ്ടരായ നേതാക്കളെ എത്രയും വേഗം ബിജെപിയിലേക്ക് കൊണ്ടുവരിക എന്ന കാര്യങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ പ്രധാന ചർച്ച. കേരളത്തിൽ നിന്നടക്കം കോൺഗ്രസിൽ നിന്ന് 4 നേതാക്കൾ ബിജെപിയിലേക്ക് എത്തിയേക്കുമെന്ന് നേരത്തെ മുതിർന്ന ബിജെപി നേതാവ് മുരളീധർ റാവു തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു വാർത്തകൾ നിഷേധിച്ചുകൊണ്ട് KPC അധ്യക്ഷൻ MM ഹസൻ തന്നെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കൂടുതൽ നേതാക്കളെ, പാർട്ടികളിൽ നിന്നുള്ള നേതാക്കളെ ബിജെപിയിലേക്ക് എത്തിക്കുക എന്ന കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടുള്ള യോഗം ഭുവനേശ്വറിൽ പുരോഗമിക്കുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും അതോടൊപ്പം ഉത്തർപ്രദേശ് വിജയത്തിന് പിന്നാലെ തുടർ സമീപനങ്ങൾ, ബീഫ് വിഷയങ്ങൾ, അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം അടക്കമുള്ള വിഷയങ്ങളും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. പ്രധാനമായും വിവിധ പാർട്ടികളിൽ നിന്ന് കൂടുതൽ നേതാക്കളെ ബിജെപിയിലേക്ക് കൊണ്ടുവരിക എന്ന പ്രധാന അജണ്ട മുൻനിർത്തിയാകും ഇന്നത്തെ ചർച്ച പുരോഗമിക്കുക. സൗമ്യ, മനു ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ദേശീയ നിർവാഹക സമിതി, ബിജെപിയുടെ ദേശീയ നിർവാഹക സമിതി ഭുവനേശ്വറിൽ നിന്ന് നടക്കും. KPCCക്ക് ഇടക്കാല അധ്യക്ഷനെ നിയമിക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ച സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തല ഇന്ന് ഹൈക്കമാൻഡ് നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും. എ ഗ്രൂപ്പുകൾ സ്വന്തം പ്രതിനിധികൾക്കായി ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ശക്തമാക്കിയതിന് പിന്നാലെയാണ് ഐ ഗ്രൂപ്പ് പ്രാതിനിധ്യം ഉറപ്പിക്കാൻ ചെന്നിത്തല ഇന്ന് രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തുന്നത്. സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിലവിലെ സ്ഥിതിഗതികളും ചർച്ചയാകും. KV തോമസും PT തോമസും അധ്യക്ഷ സ്ഥാനത്തേക്കായുള്ള ചരടുവലികൾ സജീവമാക്കിയിട്ടുണ്ട്. യമുനയുടെ ജൈവഘടന നഷ്ടമായെന്ന ദേശീയ ഹരിത ട്രിബ്യൂണൽ റിപ്പോർട്ടിനെ പരിഹസിച്ച് ദില്ലി ജലവിഭവ മന്ത്രി കപിൽ മിശ്ര. ശ്രീ രവിശങ്കറിന്റെ ആർട്ട് ഓഫ് ലിവിംഗ് സാംസ്കാരിക പരിപാടിക്ക് വേദിയൊരുക്കാനാണ് യമുനാ തീരം നികത്തിയത്. നഷ്ടം നികത്താൻ കുറഞ്ഞത് 10 വർഷമെങ്കിലും വേണ്ടിവരുമെന്നായിരുന്നു ട്രിബ്യൂണൽ റിപ്പോർട്ട്. എന്നാൽ സാംസ്കാരികോത്സവത്തിന് മുൻപേ ജൈവഘടന നഷ്ടപ്പെട്ടതാണെന്ന് കപിൽ മിശ്ര ആരോപിച്ചു. ശ്രീ രവിശങ്കറിന്റെ ആർട്ട് ഓഫ് ലിവിംഗ് സാംസ്കാരിക പരിപാടിക്ക് വേദിയൊരുക്കാൻ യമുനാ നദീതീരം നിരത്തിയതോടെ ജൈവഘടന നഷ്ടപ്പെട്ടെന്നായിരുന്നു ദേശീയ ഹരിത ട്രൈബ്യൂണൽ റിപ്പോർട്ട്. ജലസമ്പന്നമായിരുന്ന നിരവധി കൃഷിയിടങ്ങൾ ഉൾപ്പെടെ മണ്ണിട്ട് നിരത്തിയായിരുന്നു ലോക സാംസ്കാരിക വേദി ഒരുങ്ങിയത്. അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള യമുനാ നദീതീരം നിരത്തിയതോടെ നഷ്ടങ്ങൾ നികത്താൻ കുറഞ്ഞത് 10 വർഷമെങ്കിലും വേണ്ടിവരുമെന്നും വിദഗ്ധ സമിതി കണ്ടെത്തിയിരുന്നു. എന്നാൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ റിപ്പോർട്ടിനെ പരിഹസിച്ചാണ് ദില്ലി ജലവിഭവ മന്ത്രി കപിൽ മിശ്ര രംഗത്തെത്തിയത്. സാംസ്കാരികോത്സവങ്ങൾ നദീതീരത്ത് തന്നെയാണ് നടത്തേണ്ടതെന്നും ജൈവഘടന ആർട്ട് ഓഫ് ലിവിംഗ് സാംസ്കാരികോത്സവത്തിന് മുൻപേ നഷ്ടപ്പെട്ടിരുന്നുവെന്നും ദില്ലി ജലവിഭവ മന്ത്രി കപിൽ മിശ്ര ആരോപിച്ചു. പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി കൂടാതെയായിരുന്നു സാംസ്കാരികോത്സവ വേദി ഒരുങ്ങിയത്. കേന്ദ്രമന്ത്രിമാരും ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള പ്രമുഖരും ലോക സാംസ്കാരികോത്സവ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിനെത്തിയിരുന്നു. 42 കോടി രൂപയുടെ കുറഞ്ഞ നഷ്ടമെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന NGT റിപ്പോർട്ട് അശാസ്ത്രീയമെന്നായിരുന്നു ശ്രീ രവിശങ്കർ പ്രതികരിച്ചത്. ഇതിന് പിന്നാലെയാണ് അതിവേഗം നദീതട പുനർനിർമ്മാണം നടത്തണമെന്ന NGT റിപ്പോർട്ടിനെതിരെ ദില്ലി ജലവിഭവ മന്ത്രി തന്നെ രംഗത്തെത്തിയത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം വരുത്താമെന്ന അവകാശവാദവുമായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. IIT എഞ്ചിനീയറായ തനിക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം നടത്താനുള്ള 10 വഴികൾ അറിയാമെന്നും കെജ്രിവാൾ പറഞ്ഞു. പൂനെയിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് ഒറ്റ വോട്ട് പോലും ലഭിക്കാത്തതിൽ ദുരൂഹതയുണ്ടെന്നും തകർക്കുകയാണ് ബിജെപിയുടെ ലക്ഷ്യമെന്നും കെജ്രിവാൾ ആരോപിച്ചു. US മുന്നറിയിപ്പ് തള്ളി അണ്വായുധ പരീക്ഷണം നടത്താനൊരുങ്ങി ഉത്തര കൊറിയ. ക്ഷമയുടെ നയതന്ത്രം അവസാനിച്ചെന്ന് US. ഏത് നിമിഷവും യുദ്ധസാധ്യതയെന്ന് ചൈനയുടെ മുന്നറിയിപ്പ്. വിവരങ്ങളുമായി ജോർജറ്റ് ജോൺ ചേരുന്നുണ്ട്. ജോർജറ്റ്, എന്താണ് വിവരങ്ങൾ?
സൗമ്യ, അമേരിക്കയുടെയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെയും സമ്മർദ്ദങ്ങളെ തള്ളിക്കൊണ്ടാണ് ഉത്തര കൊറിയ ഇപ്പോൾ ആണവ പരീക്ഷണവുമായി മുന്നോട്ട് പോകാൻ തയ്യാറെടുക്കുന്നത്. അവരുടെ രാഷ്ട്രശില്പി കിം ജോങ് രണ്ടാമൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് 6ാമത് ആണവ പരീക്ഷണം നടത്താനുള്ള നീക്കമാണ് ഇപ്പോൾ കിം ജോങ് ഉന്നിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇത് പ്രകോപനപരമായ നീക്കമാണ്. ഇത് അമേരിക്ക ശക്തമായ തിരിച്ചടി നൽകുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടിയാകും. അമേരിക്ക ഏത് വിധേനയും നേരിടും. അമേരിക്കയെ തകർത്ത് കളയുമെന്ന തരത്തിലാണ് കിം ജോങ് ഉൻ പ്രതികരിച്ചിരിക്കുന്നത്. ഇത് മുന്നിൽ കണ്ട് തന്നെ ക്ഷമയുടെ നയതന്ത്രങ്ങൾ അവസാനിച്ചുവെന്ന് അമേരിക്ക അവസാന മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഒപ്പം തന്നെ ചൈനയുടെ സഹായവും അമേരിക്ക തേടിയിട്ടുണ്ട്. യുദ്ധം ഒഴിവാക്കാൻ ഉത്തര കൊറിയയെ പിന്തിരിപ്പിക്കാൻ ചൈന സഹായിക്കണമെന്നാണ് അമേരിക്ക പറഞ്ഞത്. എന്നാൽ ചൈന തന്നെയാണ് ഇപ്പോൾ യുദ്ധസാധ്യത മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് അവരുടെ വ്യോമ ഗതാഗതം അടക്കം നിയന്ത്രിക്കുകയും ചെയ്തിരിക്കുന്നു. ഉത്തര കൊറിയയുടെ സഖ്യശക്തി കൂടിയായ ചൈന ഇത് പറയുമ്പോൾ തന്നെ ലോകരാഷ്ട്രങ്ങൾ വളരെ ആശങ്കയോടെയാണ് ഈ സാഹചര്യങ്ങളെ നോക്കിക്കാണുന്നത്. ഒപ്പം തന്നെ ചൈന 1,00,000-ലധികം സൈനികരെയും ഉത്തര കൊറിയയ്ക്ക് സഹായത്തിനായി അയക്കുകൂടി ചെയ്തതോടെ യുദ്ധത്തിൻ്റെ സമാനമായ അന്തരീക്ഷത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അമേരിക്കയും തങ്ങളുടെ നാവികസേനയും വ്യോമസേനയും ഒക്കെ സജ്ജമാക്കി കഴിഞ്ഞു. ദക്ഷിണ കൊറിയയിലും ഒപ്പം തന്നെ ജപ്പാനിലുമുള്ള US-ന്റെ ആസ്ഥാനങ്ങളിൽ, സൈനിക താവളങ്ങളിൽ അവർ യുദ്ധത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും സജ്ജമാക്കി കഴിഞ്ഞു. എന്തായാലും പ്രകോപനപരമായ ഒരു നീക്കം ഉത്തര കൊറിയയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ഏതു വിധേനയും തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് ട്രംപിൻ്റെ നിലപാട്. മുൻ രാഷ്ട്രതലവന്മാരെയൊക്കെ അപേക്ഷിച്ച് സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ ട്രംപ് കടന്നുകയറ്റങ്ങൾ നേരിട്ട് നടത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഉത്തര കൊറിയ ഏത് നിലപാട് സ്വീകരിച്ചാലും കനത്ത തിരിച്ചടിക്ക് തന്നെ US ഒരുങ്ങും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെയെങ്കിൽ കിം ജോങ് ഉന്നും ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത സ്ഥിതിക്ക് ആണവ പരീക്ഷണം ഈ ദിവസങ്ങളിൽ ഉണ്ടായാൽ ഒരു ലോകമഹായുദ്ധത്തിലേക്ക് തന്നെ നീങ്ങുന്ന തരത്തിലേക്കുള്ള യുദ്ധത്തിൻ്റെ പ്രതീതിയാണ് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ലോകരാഷ്ട്രങ്ങൾ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ നടത്തുന്നുണ്ടെങ്കിലും ഉത്തര കൊറിയയുടെയും അമേരിക്കയുടെയും ഭാഗത്തു നിന്നും തുടർച്ചയായ പ്രകോപനങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് മുന്നിൽ കണ്ടാണ് ഇപ്പോൾ ചൈന യുദ്ധസാധ്യതകൾ തുറന്ന് പ്രഖ്യാപിക്കുകയും വ്യോമഗതാഗതത്തിലടക്കം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. സൗമ്യ, നമുക്കറിയാം ജോർജറ്റ്, നേരത്തെ പല ഘട്ടങ്ങളിലും അണ്വായുധ പരീക്ഷണങ്ങളിലടക്കമുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള ഉപരോധം അടക്കമുള്ള മുന്നറിയിപ്പുകൾ പല UN പോലെയുള്ള സംഘടനകളിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെയും വകവയ്ക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു നിലപാടാണ് പലപ്പോഴും നോർത്ത് കൊറിയ സ്വീകരിച്ചിട്ടുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോഴത്തെ അനുനയ ശ്രമങ്ങൾക്ക് എന്തെങ്കിലും സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിൽ ആ വിധത്തിൽ നിരീക്ഷിക്കാമോ? ഉത്തര കൊറിയയെ സംബന്ധിച്ച് ഏകാധിപത്യ ഭരണം എന്ന തരത്തിലാണ് ആരോപണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉയരുന്നത്. കിം ജോങ് ഉന്നിന്റെ മനസ്സിലെ കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായി അറിയില്ല. ഒപ്പം തന്നെ ഉത്തര കൊറിയയെ പറ്റി ലോകരാഷ്ട്രങ്ങൾക്ക് കൂടുതലായിട്ടുള്ള യാതൊരു ധാരണകളും പുറം ലോകത്തിന് അറിയില്ല. അതുതന്നെയാണ് അമേരിക്കയ്ക്ക് ഏറ്റവും കൂടുതൽ ഭീഷണിയായി നിൽക്കുന്നതും അമേരിക്ക ആശങ്കപ്പെടുന്നതും. തുടർച്ചയായ ആണവ പരീക്ഷണങ്ങൾ അവർ നടത്തുന്നു, മിസൈൽ പരീക്ഷണങ്ങൾ നടത്തുന്നു. ദക്ഷിണ കൊറിയയും ഒപ്പം തന്നെ അമേരിക്കയും തകർക്കാൻ തക്ക ശക്തിയുള്ള ആയുധങ്ങൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന് ഉത്തര കൊറിയ ആവർത്തിച്ച് പറയുന്നു. ഇതിൽ എത്രത്തോളം സ്ഥിരീകരണമുണ്ട് എന്ന തരത്തിൽ ലോകരാഷ്ട്രങ്ങൾക്ക് യാതൊരു വിവരങ്ങളും ഉത്തര കൊറിയയെ പറ്റിയുള്ള ഉത്തര കൊറിയയുടെ സൈനിക ശക്തിയെ പറ്റിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രഹസ്യങ്ങളെ പറ്റിയോ അമേരിക്കയ്ക്കോ മറ്റ് രാഷ്ട്രങ്ങൾക്കോ യാതൊരു ധാരണയുമില്ല. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഉത്തര കൊറിയയെ ഒരു എതിർശക്തിയായും ഭീഷണിയായും കണ്ടുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നേരിടാനുള്ള നീക്കങ്ങൾ നടത്തുന്നത്. എന്തായാലും അമേരിക്കയെ തകർത്ത് കളയും, തങ്ങളുടെ ആണവ പരീക്ഷണം തുടരും എന്ന് പറയുമ്പോൾ തന്നെ ഒത്തുതീർപ്പിനുള്ള സാധ്യതകൾ മങ്ങുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. ഇനി UN ഏത് തരത്തിൽ ഇടപെടും, അത് കിം ജോങ് ഉൻ അംഗീകരിക്കുമോ? ചൈന ഇപ്പോൾ തന്നെ ഉത്തര കൊറിയയ്ക്ക് സഹായകരമായ നിലപാടുകൾ തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഏത് തരത്തിലാവും കാര്യങ്ങൾ നീങ്ങുക എന്ന ആശങ്കയോടെ മാത്രമേ ഈ നിമിഷത്തിൽ കാണാനാവൂ. സൗമ്യ, ജോർജറ്റാണ് വിവരങ്ങൾ നൽകിയത്. JNU വിദ്യാർത്ഥി നജീബ് അഹമ്മദിനെ കാണാതായിട്ട് ഇന്ന് 6 മാസം പിന്നിടുന്നു. ABVPയുടെ ആക്രമണത്തിന് പിന്നാലെയാണ് വിദ്യാർത്ഥിയെ കാണാതാകുന്നത്. 6 മാസം പിന്നിട്ടിട്ടും വിദ്യാർത്ഥിയെക്കുറിച്ച് ഒന്നും കണ്ടെത്താനായില്ല എന്നാണ് പോലീസ് ഭാഷ്യം. വിവരങ്ങളുമായി മനു ശങ്കർ ചേരുന്നുണ്ട്. മനു, ഇപ്പോഴും പോലീസ് അതേ നിസ്സംഗത തുടരുന്നു എന്ന് വ്യക്തമാണ്. ഇക്കാര്യത്തിൽ യാതൊരു സൂചനയും നൽകാൻ കഴിയുന്നില്ല എന്നൊരു സാഹചര്യത്തിൽ പ്രതിഷേധം എങ്ങനെയാണ് ഇന്നത്തെ ഈ ഒരു ദിവസം? 6 മാസം പിന്നിടുന്നു. നജീബ്, കഴിഞ്ഞ ഒക്ടോബർ 15-നാണ് JNUവിൽ 1-ാം വർഷ ബയോടെക്നോളജി വിദ്യാർത്ഥിയായിരുന്ന നജീബ് അഹമ്മദിനെ കാണാതാകുന്നത്. രാവിലെ ABVP പ്രവർത്തകരുമായി ചില സംഘർഷമുണ്ടാവുകയും നജീബിന് മർദ്ദനമേൽക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് അന്ന് അർദ്ധരാത്രിയോടുകൂടി നജീബ് അഹമ്മദിനെ കാണാതാകുന്നത്. പിന്നീട് പോലീസ് അന്വേഷണം കാര്യമായി മുന്നോട്ട് പോയിരുന്നില്ല. ഇതിനെ തുടർന്ന് വലിയ പ്രതിഷേധങ്ങൾ JNUവിലെ തന്നെ SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഉയർത്തുകയും പിന്നീട് തെരുവിൽ വലിയ പ്രതിഷേധ സംഘർഷങ്ങൾക്കൊക്കെ വഴിവെക്കുകയും നജീബ് അഹമ്മദിന്റെ മാതാവിനെ റോഡിലൂടെയും മറ്റും വലിച്ചിഴിച്ചു കൊണ്ടുപോകുന്ന
സമരമുഖങ്ങൾക്കാണ് ദില്ലി പിന്നീട് സാക്ഷ്യം വഹിച്ചത്. ഇതിന് പിന്നാലെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപവൽക്കരിക്കുമെന്ന് പ്രതിപക്ഷ പ്രതിഷേധത്തിനൊടുവിൽ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് പാർലമെന്റിൽ അറിയിച്ചത്. പക്ഷേ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിലും കൃത്യമായ ഒരു കണ്ടെത്തലുകളും ഉണ്ടായില്ല. ഇതിനുശേഷമാണ് കേസ് ദില്ലി പോലീസ് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘത്തിന് കൈമാറുന്നത്. പക്ഷേ ദില്ലി പോലീസ് ക്രൈംബ്രാഞ്ച് നടത്തിയ ഇതുവരെയുള്ള അന്വേഷണത്തിലും ഒന്നും കണ്ടെത്താനായിട്ടില്ലെന്നാണ് ദില്ലി പോലീസ് നൽകുന്ന വിശദീകരണം. വിദ്യാർത്ഥിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം നൽകുന്നവർക്ക് 10 ലക്ഷം രൂപ വരെ പാരിതോഷികവും ദില്ലി പോലീസ് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും ഡൽഹി പോലീസ് കമ്മീഷണർ തന്നെ അറിയിക്കുകയും ചെയ്യുന്നു. 2 ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർമാരുടെയും 12 ACPമാരുടെയും 20 ഇൻസ്പെക്ടർമാരുടെയും 600-ൽ പരം പോലീസുകാരുടെയും മേൽനോട്ടത്തിലാണ് നജീബിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നതെന്നാണ് ദില്ലി പോലീസ് പറയുന്നത്. പക്ഷേ ABVP പ്രവർത്തകർ, ഈ മർദ്ദനം നടത്തിയ ABVP പ്രവർത്തകരെ കസ്റ്റഡിയിൽ എടുക്കാനോ കൃത്യമായി ചോദ്യം ചെയ്യാനോ 6 മാസം പിന്നിട്ടിട്ടും ഇതുവരെ ദില്ലി പോലീസ് തയ്യാറാവുകയും ചെയ്തിരുന്നില്ല. അതിനാൽ തന്നെ ഇന്നും കൂടുതൽ പ്രതിഷേധങ്ങളുമായി രംഗത്തെത്തുമെന്നാണ് JNUവിലെ വിവിധ ഇടതു വിദ്യാർത്ഥികൾ അറിയിച്ചിട്ടുള്ളത്. സൗമ്യ, മനുവാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതിയായ കേതൽ ജിൻസൺ രാജയുമായുള്ള പോലീസിന്റെ തെളിവെടുപ്പ് തുടരുന്നു. കേതൽ ജിൻസൺ രാജയെ കവടിയാറിലെ പെട്രോൾ പമ്പിൽ എത്തിച്ച അന്വേഷണ ഉദ്യോഗസ്ഥർ തെളിവെടുത്തു. കേതലിനെ പമ്പിലെ ജീവനക്കാരനും പമ്പിൽ പെട്രോൾ വാങ്ങാനായി എത്തിച്ച ഓട്ടോറിക്ഷ ഡ്രൈവറും തിരിച്ചറിഞ്ഞു. കൂടുതൽ തെളിവെടുപ്പിനായി അന്വേഷണ സംഘം കേതലിനെ അടുത്ത ദിവസം ചെന്നൈയിലേക്ക് കൊണ്ടുപോകും. നന്ദൻകോട് കൂട്ടക്കൊലക്കേസിലെ പ്രതി കേതലിനെ കഴിഞ്ഞ ദിവസം കൊല നടന്ന നന്ദൻകോട്ടെ വീട്ടിലെത്തിച്ച പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് തെളിവ് ശേഖരിക്കുന്നതിന് കേതലിനെ അന്വേഷണ സംഘം കവടിയാറുള്ള പെട്രോൾ പമ്പിലെത്തിച്ചത്. 4 പേരെയും കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹങ്ങൾ കത്തിക്കാനായി പെട്രോൾ വാങ്ങിയത് കവടിയാറിലെ പമ്പിൽ നിന്നാണെന്ന് കേതൽ നേരത്തെ പോലീസിന് മൊഴി നൽകിയിരുന്നു. കേതലിനെ പമ്പിലെ ജീവനക്കാരനായ ജയകുമാർ തിരിച്ചറിഞ്ഞു. ജയകുമാറിൽ നിന്നും പോലീസ് മൊഴിയെടുത്തു. കേതലിനെ ഏപ്രിൽ 6-ാം തീയതി പെട്രോൾ പമ്പിലേക്ക് കൊണ്ടുവരികയും തിരികെ വീട്ടിലെത്തിക്കുകയും ചെയ്ത ഓട്ടോറിക്ഷയുടെ ഡ്രൈവർ തങ്കച്ചനും കേതൽ ജിൻസൺ രാജയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കേതൽ പെട്രോൾ വാങ്ങാനായി 2 കന്നാസാണ് കൊണ്ടുവന്നത്. ഏകദേശം 20 ലിറ്ററിലധികം പെട്രോൾ കേതൽ വാങ്ങിച്ചു. പെട്രോൾ വാങ്ങാൻ തിരിച്ചതു മുതൽ മടങ്ങിപ്പോകുന്നതുവരെ കേതലിനൊപ്പം മറ്റാരും ഉണ്ടായിരുന്നില്ല. തുടങ്ങിയ കാര്യങ്ങൾ തങ്കച്ചൻ അന്വേഷണ ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കി. കേതൽ പലപ്പോഴായി തന്റെ ഓട്ടോറിക്ഷ യാത്രയ്ക്കായി വിളിച്ചിട്ടുണ്ടെന്നും തങ്കച്ചൻ പറഞ്ഞു. ഞങ്ങൾ ജംഗ്ഷനിൽ കിടന്നപ്പോഴാണ് വണ്ടിയിൽ വന്ന് കാറിന് പെട്രോൾ വാങ്ങണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു 5-6 മണിക്കകത്തോളം. മണിക്കൂറുകൾ നീണ്ട തെളിവ് ശേഖരിക്കലിന് ശേഷം കേതലിനെയും കൊണ്ട് പോലീസ് പേരൂർക്കടയിലെ ഒരു ഇന്റർനെറ്റ് കഫേയിൽ പോവുകയായിരുന്നു. ഇവിടെ നിന്നും പോലീസിന് ചില തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇന്റർനെറ്റ് കഫേയിൽ നിന്നാണ് കേതൽ തന്റെ സഹോദരി കരോളിന് മെയിൽ അയച്ചത്. ഓസ്ട്രേലിയയിലുള്ള കേതലിന്റെ സുഹൃത്തിന്റെ പേരിൽ വ്യാജ ഇമെയിൽ വിലാസമുണ്ടാക്കി ആ സുഹൃത്ത് അയച്ചതായുള്ള മെയിലാണ് കേതൽ അയച്ചത്. പിന്നീട് വീട്ടിലെ തന്റെ കമ്പ്യൂട്ടറിൽ ഈ മെയിൽ വിവരങ്ങൾ തുറന്നു കാണിച്ചാണ് കാരോളിനെ കേതൽ റൂമിൽ വെച്ച് കൊലപ്പെടുത്തുന്നത്. ഇക്കാര്യം കേതൽ പോലീസിനോട് സമ്മതിച്ചു. കേതൽ ഒളിവിൽ താമസിച്ചിരുന്ന ചെന്നൈയിൽ പോലീസ് അടുത്ത ദിവസം തെളിവെടുപ്പ് നടത്തും. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊല്ലം ശാസ്താംകോട്ടയിൽ പാളത്തിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന ട്രോളിയെ കേരള എക്സ്പ്രസ് ഇടിച്ചു തെറിപ്പിച്ച സംഭവത്തെക്കുറിച്ച് റെയിൽവേ അന്വേഷണം ആരംഭിച്ചു. ജീവനക്കാർ ട്രോളിയിൽ നിന്ന് ഇറങ്ങി ഓടിയതിനാലാണ് വൻ ദുരന്തമൊഴിവായത്. ഇന്നലെ ഉച്ചയ്ക്ക് 1:30-ക്ക് ശേഷമാണ് സംഭവം. പാളത്തിലെ വിള്ളൽ പരിശോധനയ്ക്കായി ട്രോളിയിൽ ഒരു സംഘം ജീവനക്കാർ ശാസ്താംകോട്ടയ്ക്കും മൺട്രോത്തുരുത്തിനും ഇടയിലുള്ള കോതപുരത്തേക്ക് പോയി. പരിശോധന നടത്തുന്നതിനിടയിലാണ് തിരുവനന്തപുരത്ത് നിന്ന് കേരള എക്സ്പ്രസ് അതിവേഗം ഇവിടേക്ക് എത്തിയത്. ട്രോളിയെ കണ്ടതിനെ തുടർന്ന് ട്രെയിൻ വേഗത കുറച്ചെങ്കിലും നിയന്ത്രിക്കാനായില്ല. ട്രോളിയിലുണ്ടായിരുന്ന ജീവനക്കാർ വശങ്ങളിലേക്ക് എടുത്തു ചാടി. ട്രോളിയെ ട്രെയിൻ ഇടിച്ചു തെറിപ്പിച്ചു. ട്രോളിയുടെ വശത്തുണ്ടായിരുന്ന കമ്പി കുത്തിക്കയറി കേരള എക്സ്പ്രസിന്റെ എഞ്ചിൻ നിശ്ചലമായി. കായംകുളത്ത് നിന്ന് പുതിയ എഞ്ചിനെത്തിച്ച് ട്രെയിൻ ഘടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ 3.5 മണിക്കൂർ വൈകിയിരുന്നു. സിഗ്നലിൽ നിന്നും ട്രോളിയിൽ വന്ന ജീവനക്കാർക്ക് സന്ദേശം കൈമാറാത്തതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അതേസമയം തങ്ങളെ അറിയിക്കാതെയാണ് ട്രോളിയുമെടുത്ത് ചിലർ പാളം പരിശോധനയ്ക്കായി പോയതെന്ന് ഒരു വിഭാഗം ജീവനക്കാർ ആരോപിക്കുന്നു. സംഭവത്തെക്കുറിച്ച് റെയിൽവേ അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വേനൽ കടുത്തതോടെ തൃശൂർ മെഡിക്കൽ കോളേജിൽ ശുദ്ധജലക്ഷാമം രൂക്ഷമായി. പുതിയ പദ്ധതികൾ പ്രകാരം കുളങ്ങൾ നിർമ്മിച്ചെങ്കിലും വേണ്ടത്ര വെള്ളം ലഭിക്കാത്ത സ്ഥിതിയാണുള്ളത്. ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും വെള്ളം കിട്ടാതായതോടെ രോഗികളുടെ ദുരിതം ഇരട്ടിയായി. തൃശൂർ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൽ പതിവുള്ള കുടിവെള്ളം മുടങ്ങലിന് പരിഹാരം കണ്ടെത്താൻ പുതിയ പദ്ധതികൾ രൂപീകരിച്ച കുളങ്ങൾ നിർമ്മിച്ചിരുന്നു. എന്നാൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കുളത്തിൽ വെള്ളം എത്താത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. പരമ്പരാഗതമായി വെള്ളമെടുത്തിരുന്ന പല കുളങ്ങളും നാളുകൾക്ക് മുമ്പേ വറ്റി വരണ്ടിരുന്നു. വേനൽ കടുത്തതോടെ ശുദ്ധജലം പേരിന് പോലും കിട്ടാതെയായി. ഇല്ല, ഇവിടെ വെള്ളം കിട്ടുന്നില്ല. വളരെ ക്ഷാമമാണ്. രോഗികളെല്ലാം തോട്ടിൽ പോയിട്ടാണ് കുളിച്ചോണ്ടിരിക്കുന്നത്. ഇക്കൊല്ലം ചൂട് കനത്തതാണ് ജലലഭ്യതയിൽ കുറവ് വരുത്തിയത്. ആശുപത്രിയിൽ കുടിവെള്ളം പോലും ലഭ്യമാകാത്ത സ്ഥിതിയാണുള്ളത്.
ഞങ്ങൾ ഓട്ടോക്കാരെ കൂടി മംഗലിയിൽ വെള്ളക്കുട വാങ്ങിച്ച് രോഗികൾക്ക് കൊടുത്തിരുന്നു. ഇപ്രാവശ്യം അതിനൊരു വെള്ളമില്ല വെക്കാനായിട്ട്. പ്രസവ വാർഡുകളിലും ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗികളും വെള്ളം കിട്ടാതെ വലയുകയാണ്. ശുദ്ധജലമില്ലാത്തതിനാൽ അണുബാധ ഭീഷണിയും ഉയർന്നിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേന്ദ്ര സർക്കാർ നൽകിയ ജനറൽ AC ബസ്സുകൾ ബാധ്യതയാവുമോ എന്ന ആശങ്കയിലാണ് KSRTC. അറ്റകുറ്റപ്പണികൾക്ക് ഇപ്പോഴും സ്വന്തം സംവിധാനമില്ലാത്തതിനാൽ ബസ്സുകൾ സർവീസ് നടത്താൻ കഴിയുന്നില്ല. സ്വകാര്യ ഏജൻസിക്ക് സർവീസ് ഇനത്തിൽ കുടിശ്ശിക ബാക്കിയുള്ളതിനാൽ അവരും മുഖം തിരിച്ചിരിക്കുകയാണ്. ജനറൽ AC ബസ്സുകൾ കേരളത്തിലെത്തിയ നാൾ മുതൽ തുടങ്ങിയതാണ് പ്രശ്നങ്ങളും. 179 ബസ്സുകളിൽ പലതും ഇപ്പോഴും കട്ടപ്പുറത്ത് തന്നെയാണ്. വോൾവോ ബസ്സുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്താൻ ഒരു കേന്ദ്രം മാത്രം. കുടിശ്ശിക ഉള്ളതിനാൽ സർവീസ് ചെയ്യാനാവില്ലെന്ന് അവർ അറിയിച്ചതോടെ കട്ടപ്പുറത്തായ ബസ്സുകളിൽ നിന്ന് ആവശ്യത്തിന് പാർട്സുകൾ ഊരി ഇനി ഊരാൻ ബോഡി മാത്രമായി. എന്നു മാത്രമല്ല, ബസ്സുകളിൽ നിന്ന് ഊരിയ ഭാഗങ്ങളുടെ എണ്ണം കൂടുകയും ചെയ്തു. KSRTCക്ക് ഇപ്പോൾ ആകെ 200ഓളം വോൾവോ ബസ്സുകളുണ്ട്. ഏഷ്യയിലെ തന്നെ മികച്ച തൊഴിലാളികളും അടിസ്ഥാന സൗകര്യങ്ങളുമുണ്ട്. എങ്കിൽ പിന്നെ സ്വകാര്യ സർവീസ് സെന്ററുകളെ ആശ്രയിക്കാതെ KSRTCക്ക് വോൾവോ സർവീസ് ചെയ്യാനുള്ള സൗകര്യം സ്ഥാപിച്ചുകൂടെ എന്നാണ് ഉയരുന്ന ചോദ്യം. ഈ കാരണം കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ ഇപ്പോൾ വിസ്ത എന്ന് പറയുന്ന സ്വകാര്യ ഏജൻസിക്ക് കൊടുക്കാൻ KSRTC ഇപ്പോൾ ബാധ്യസ്ഥരായിരിക്കുക. പൈസ കൊടുക്കാത്ത ഭീമമായ എമൗണ്ട് ഇങ്ങനെ പെൻഡിങ് കിടക്കുന്നതിന്റെ അവസരത്തിൽ വണ്ടികളുടെ അറ്റകുറ്റപ്പണി നടത്താൻ പറ്റാത്ത രീതിയിലാണ് ഈ ബസ്സുകൾ കിടക്കുന്നത്. 1 ലിറ്റർ ഡീസലിന് കഷ്ടിച്ച് 2 കിലോമീറ്റർ പോലും ഇന്ധനക്ഷമതയില്ലാത്ത വോൾവോ ബസ്സുകൾ പോകുന്ന പല ഷെഡ്യൂളുകളും നഷ്ടത്തിലാണ്. അതിനൊപ്പമാണ് മെയിന്റനൻസ് എന്ന കടമ്പ. ജനറൽ AC ബസ്സുകളുടെ സർവീസിനു വേണ്ടി, മെയിന്റനൻസിനു വേണ്ടി സ്വന്തമായി അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കാതെ ഒരിക്കലും KSRTCക്ക് ഇത്തരം ബസ്സുകളുമായി മുന്നോട്ട് പോകാനാകില്ല. താമസിയാതെ മുടിയനായി പുത്രൻ എന്ന പേരായിരിക്കും KSRTCക്ക് ഇത്തരം വോൾവോ ബസ്സുകൾ നേടിക്കൊടുക്കാൻ പോകുന്നത്. KSRTC സ്റ്റാൻഡിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ.